സെൻസർ ബോർഡിനെതിരെ സംഘപരിവാർ സംഘടനയായ തപസ്യ രംഗത്ത്. സുരേഷ് ഗോപി നായകനായ ചിത്രത്തിന് പ്രദർശനാനുമതി നൽകാത്തതിലാണ് വിമർശനം. സെൻസർ ബോർഡ് നിലപാട് ബാലിഷ്യമെന്നും കുറ്റപ്പെടുത്തൽ. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, സംഘപരിവാർ സംഘടനയാണ് എതിർപ്പറിയിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് വിമർശനം? പൂജ, സെൻസർ ബോർഡിന്റെ നിലപാടിനെതിരെ നാളെ സിനിമാ സംഘടനകൾ തിരുവനന്തപുരത്ത് സമരം ചെയ്യാനിരിക്കുകയാണ്. ഇപ്പോൾ സംഘപരിവാർ സംഘടനയായ തപസ്യയുടെ വിമർശനം വന്നിരിക്കുന്നത്. സെൻസർ ബോർഡിനെതിരെയാണ് തപസ്യ വിമർശനം ഉന്നയിക്കുന്നത്. സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിക്കുന്ന സെൻസർ ബോർഡിന്റെ നിലപാട് അത് ബാലിശ്യം ആണെന്നാണ് തപസ്യ കലാ സാഹിത്യവേദി ആരോപിക്കുന്നത്. നിസ്സാരവും ബാലിശ്യവുമായ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത് ശരിയായ നടപടിയല്ല എന്ന് ഈ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ സാഹിത്യമായാലും സിനിമയായാലും അവയുടെ ശീർഷകങ്ങളും കഥാപാത്രങ്ങളുടെ പേരുകളും നിശ്ചയിക്കാനുള്ള അവകാശം അത് സൃഷ്ടിച്ചവർക്കാണ്. പുരാണ കഥാപാത്രങ്ങളുടെ പേരുകൾ സിനിമയിലെ കഥാപാത്രങ്ങൾക്കിടരുത് എന്ന് തീരുമാനിക്കാനാവില്ല. ഭാരതത്തിൽ ജാതിമത ഭേദമന്യേ ബഹുഭൂരിപക്ഷം വ്യക്തിനാമങ്ങളും ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ളവയാണ്. ഇത്തരം പേരുകൾ അടങ്ങിയ ശീർഷകമുള്ള നിരവധി സിനിമകൾ രാജ്യത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം ഒരു വിലക്ക് ഏർപ്പെടുത്താനുള്ള സാഹചര്യം എന്താണെന്ന് CBFC വ്യക്തമാക്കണമെന്നുമാണ് തപസ്യ ആരോപിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ നിലപാടിൽ നിന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പിന്മാറണമെന്നാവശ്യപ്പെട്ട് ചെയർമാന് തപസ്യയുടെ ഭരണസമിതി കത്തും നൽകിയിട്ടുണ്ട് എന്ന് ഈ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഏതായാലും സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സെൻസർ ബോർഡിനെതിരെ ഇപ്പോൾ സംഘപരിവാർ സംഘടനയും രംഗത്ത് എത്തിയിരിക്കുകയാണ്. പൂജ.